PKM ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടുത്തെ കടൽ തീരത്തിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത്. കടൽ തീരം ഇവിടെ ചെറിയ പാലസൊക്കെ ഉണ്ട്. അതുപോലെ കടൽ തീരം അവിടെ ഒരു ഓയിൽ ഫീൽഡാണ്. പക്ഷേ കടൽ തീരത്തിനോട് ചേർന്നുള്ള ഒരു ഓയിൽ ഫീൽഡ് ഭാഗമാണ്. അതിൻ്റെ ഒരു പിക്ചറാണ്. നല്ല കൊള്ളാവുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്. നട്ടുവളർത്തിയതാ. പിന്നെ ഏതാണ്ട് ഇത് നിൽക്കുന്ന നട്ട് വളർത്താ തനിയെ വളർന്നു വന്ന ഒരു പനയാണ് അവിടെ നിൽക്കുന്നത്. അത് പനയാണ്, ഇവിടുത്തെ ഈന്തപ്പന. പിന്നെ അതുപോലെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. ചെറിയ ചെറിയ മരക്കാലുകളുണ്ട്. താഴ്വരയാണ്, അതായത് കടലിൻ്റെ തീരം, കടൽ ഭിത്തിയോട് ചേർന്നുള്ളൊരു ഭാഗം നിരപ്പാക്കി ഉള്ളൊരു ഭാഗം. നേരത്തെ ഇവിടെ കടലായിരുന്നു പറയുന്നു, പക്ഷേ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. നേരത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം അത് വന്നിട്ടുള്ളത്. കടൽത്തീരം രസമായിട്ട് ഇവിടെ ഈ ഈന്തപ്പനയൊക്കെ ഈ റോഡ് സൈഡിൽ കാണുന്ന ഈന്തപ്പനയൊക്കെ നട്ടതാണ്. ബാക്കി ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടത് നട്ടതല്ല. ഇങ്ങനെ കിടക്കുന്ന ഭാഗം നല്ല ഇതായിട്ട് രസമാണ് കാണാൻ. അങ്ങനെയൊക്കെയുള്ള കുറേ ഭാഗങ്ങളുണ്ട് ഇവിടെ. ആ ദൂരെ കാണുന്നത്, ആ നീലയായിട്ട് കാണുന്നത് കടലാണ്, കടൽത്തീരമാണ്. നല്ല കാണാൻ കൊള്ളാവുന്ന ഭാഗം. കടലിനോട് വളരെ അടുത്തുള്ള ഒരു ഹൈവേയിലൂടെ ഇപ്പം ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. കടലിനോട് വളരെ അടുത്തുള്ള ഒരു ഹൈവേയിലാണ്. ഇതുണ്ടോ, അതിന് തൊട്ട് ഇതൊരു വേലിയുണ്ട്. ഇവിടെ ഒരു വേലി കിട്ടിയിട്ടുണ്ട്. വേലിക്ക് അപ്പുറത്ത് കുറച്ച് സ്ഥലം ഉണ്ട്. അതിനപ്പുറത്ത് കാണുന്ന നീലഭാഗം മൊത്തം കടൽ. അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുക വണ്ടി. ചെറിയ സ്പീഡിൽ 50 കിലോമീറ്റർ സ്പീഡിൽ ഇവിടെ പോകാൻ പറ്റും. 50 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. പക്ഷേ നല്ല ഇതായിട്ടുള്ളൊരു ഭാഗം, നല്ല രസമാണ് കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. അങ്ങനെ നല്ല നന്നായിട്ടുണ്ട് കാണാൻ കടൽ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ ഏകദേശം ദുബായ് ഭാഗങ്ങളൊക്കെയാണ്. മറ്റേ സൈഡെന്ന് പറയുന്നത് ദുബായിടും ഒക്കെ വളരെ അടുത്തുള്ളൊരു ഭാഗമാണ്. അതിങ്ങനെ കിടക്കുന്ന ഒരു ഭാഗം, ഒരു ബോർഡർ ഏരിയ ആണല്ലോ. ഇങ്ങനെ ഒത്തിരി ഉണ്ട് കാണാൻ. വേലിയൊക്കെ കെട്ടി, നല്ല രീതിയിൽ വേലിയൊക്കെ കെട്ടി. ദൂരെ ആ കാണുന്നത് നട്ടു വളർത്തിയിരിക്കുന്ന ഒരു പനങ്കൂട്ടോ. ആ കാണുന്നത് നട്ടു വളർത്തിയിരിക്കുന്ന പനങ്കൂട്ടോ. നട്ടു വളർത്തിയിരിക്കുന്നത് ഇങ്ങനെ. ദൂരോട്ട് കാണുന്നത് മൊത്തം കടല. അതിനിപ്പുറത്തോട്ട് ചെറിയൊരു ദൂരേ ഉള്ളൂ. ഒരു അര കിലോമീറ്റർ ഇല്ല, ഒരു 4 പർലോങ് 3 പർലോങ് ദൂരേ ഉള്ളൂ കടലിൻ്റെ ഭിത്തിയിലേക്ക്. കടൽ എന്ന് പറഞ്ഞാൽ വലിയ താഴ്ചയിലല്ല നിൽക്കുന്നത്. ഈ ഭൂമി കടലിനോട് വളരെ അടുത്താണ് നിൽക്കുന്നത്. അപ്പം വെള്ളം കയറി നേരെ തിരയടിച്ച് കരയിലേക്ക് തന്നെ വരും. അങ്ങനെയുള്ളൊരു ഭാഗം. ഇപ്പം വണ്ടി ഇവിടുന്ന് പോകുന്ന ഇപ്പോൾ ഒരു ചെറിയ ബീച്ചിലേക്കാണ്. ഒരു ബീച്ചുണ്ട്, അവിടത്തേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇവിടൊക്കെ ആൾക്കാർ വന്ന് ഈ ഓഫ് ഡേയിലൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യും ആൾക്കാർ. ഇതിന് തൊട്ടടുത്ത കടല്, ഒരു പർലാങ്ങേ ഉള്ളൂ കടലിലോട്ട്. ഒറ്റ പർലാങ്ങിൽ കടലാണ്. ഇവിടുന്ന് ഒരു പർലാങ്ങിൽ കടലുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഓയിൽ ഫീൽഡ് ഏരിയകളൊക്കെയാണ്. ഇങ്ങനെ കിടക്കുക. ഇത് ഇവിടുത്തെ ബീച്ച് സൈഡുകളാണ്. ഇതൊക്കെ ബീച്ച് ഏരിയകളൊക്കെയാണ്. ഇതൊക്കെ ബീച്ച് ഏരിയകളാണ്. ഇതിനകത്ത് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.